കല്യാണം കഴിച്ച മകനോട് സാധാരണ മാതാപിതാക്കൾ എന്താ പറയാറുള്ളത്? ആ, നിന്റെ കുടുംബം നോക്കി നീ നന്നായി നടക്കുന്നല്ലേ. പക്ഷേ ഇവിടെ അച്ഛനും അമ്മയും മകനെ മറ്റു ചില കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുകയാണ്. അതിൽ സൂത്രധാര അമ്മയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് രാജീവിൻ്റെ മേലൊന്ന് വായിക്കാം. മാഡം, എൻ്റെ പേര് രാജീവ്, യഥാർത്ഥ പേരല്ല. എനിക്ക് 28 വയസ്സുണ്ട്. ഞാൻ ഒരു IT പാർക്കിലാണ് ജോലി ചെയ്യുന്നത്. അത്യാവശ്യം സാലറിയൊക്കെ ഉണ്ട്. വിദേശത്ത് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഒറ്റ മോനായതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും എന്നെ വീട്ടില്ല. നാട്ടിൽ തന്നെ കിട്ടുന്ന ശമ്പളത്തിൽ ജോലി ചെയ്താൽ മതിയെന്നാണ് പണ്ട് തൊട്ടേ പറയുന്നത്. അതുകൊണ്ട് വിദേശമോഹം എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഫാമിലിയാണ്. അച്ഛൻ ഈ അടുത്ത കാലത്താണ് റിട്ടയർ ചെയ്തത്. അമ്മ അച്ഛനേക്കാൾ 5 വയസ്സ് ഇളയതാണ്. അമ്മയ്ക്ക് പരമ്പരാഗതമായ സ്വത്തൊക്കെയുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ രണ്ടുപേരും എന്നെ ഒരു കാര്യത്തിലും നിയന്ത്രിച്ചിട്ടില്ല. പക്ഷേ അമിതമായ വാത്സല്യമുള്ളത് കൊണ്ട് എപ്പോഴും അവരുടെ കാണാണ് ഞാൻ വളർന്നു വന്നത്. അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. പിന്നെ ജോലി ചെയ്യുന്നതും ഒരു 30 കിലോമീറ്റർ അകലെ, അത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വീടുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പ്രേമിക്കുന്നതിനോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിനോ കറങ്ങാൻ പോകുന്നതിനോ ഒന്നും എതിരല്ല. എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. ഞാൻ നേരത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെ സ്റ്റാഫായി വന്ന ആളാണ് എൻ്റെ ഭാര്യ. സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ഒരേപോലെയുള്ള ആൾക്കാരാണ്. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല വിവാഹം നടക്കാൻ. അങ്ങനെയാണ് ഞങ്ങൾ പ്രേമിച്ചത്. 2 വീട്ടിലും പറഞ്ഞപ്പോഴും ഒരു പ്രശ്നവുമില്ലാതെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. വൈഫ് ഇപ്പോൾ അടുത്തുള്ളൊരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ തന്നെ അച്ഛനെയും അമ്മയും വീടും പരിസരവും ഒക്കെ കൊണ്ട് ഞാൻ അവളെ പരിചയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് അപരിചിതത്വമൊന്നുമില്ല. അച്ഛനും അമ്മയ്ക്കും അവളെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ വിവാഹം കഴിച്ചപ്പോഴേ എൻ്റെ ഭാര്യ അവരോട് പറഞ്ഞിരുന്നു, 30 വയസ്സിൽ മാത്രമേ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതിനു മുമ്പ് കുട്ടികൾ ഉണ്ടാകണമെന്ന് വാശി പിടിക്കരുത്. അത്രയും നാളും റിലാക്സായിട്ട് നടക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ പ്രശ്നവുമില്ല. എല്ലാം തുറന്നു പറയാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞതിൽ പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഭാര്യയെ ഞാൻ പ്രേമിച്ചതാണ്. ഞങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നന്നായിട്ടറിയാം. നല്ല സ്നേഹമുണ്ട്. പക്ഷേ രാത്രിയാകുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു പൊരുത്തവുമില്ല. എനിക്ക് നല്ല റൊമാൻസും സ്നേഹപ്രകടനങ്ങളും ആവശ്യമാണ്. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് അതിരറ്റ സ്നേഹമുണ്ടെങ്കിലും ആ സമയം വരുമ്പോൾ ഡൗൺ ആണ്. പണ്ട് മാഡം പലപ്പോഴും പറയാറില്ലേ, മരത്തടിയെന്ന്. എന്ന് പറഞ്ഞൊരു പ്രയോഗമായിരിക്കും അവൾക്ക് ഏറ്റവും നല്ലത്. ബാക്കി എല്ലാ കാര്യത്തിലും എന്നെ സഹായിക്കുകയും എന്തിനു വേണമെങ്കിലും അസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഭാര്യ ആ സമയത്ത് മാത്രം ഒട്ടും ആക്റ്റീവല്ല. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആയിക്കോ, നിങ്ങൾ വെള്ളം കോരിക്കോ, എനിക്കെന്താ എന്നുള്ള രീതിയിലാണ് അവളുടെ പെരുമാറ്റം. പല സമയത്തും ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. പക്ഷേ ആ സമയം വരുമ്പോൾ എവിടെയോ സ്റ്റക്കാവുകയാണ്. പിന്നെ വീട്ടുകാരോട് പറയാൻ പറ്റുമോ, കൂട്ടുകാരോട് പറയാൻ പറ്റുമോ, ഒന്നുമില്ല. അങ്ങനെ 3-5 മാസം പോയി. എവിടെയോ എങ്ങനെയോ ഒരു സംതൃപ്തിക്കുറവ് തോന്നാൻ തുടങ്ങി. ഒരു ചേരായിക. ഇത് എങ്ങനെ ഡീൽ ചെയ്യുമെന്നറിയില്ല. ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിവാദമാകും. കാര്യം ഇത്രയുമൊക്കെ എല്ലാവരോടും പറഞ്ഞ് വീട്ടുകാരോടും പറഞ്ഞ് വിവാഹം കഴിച്ചതല്ലേ. എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചു. ഓൺലൈനിൽ പല ആർട്ടിക്കിൾസും ഞാൻ തപ്പാൻ തുടങ്ങി. ഇൻ്റർനെറ്റിൽ പരതാൻ തുടങ്ങി. FBയിലെ ചില ഗ്രൂപ്പുകളിൽ ഞാൻ പോസ്റ്റ് ഇട്ടു, എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ സ്വഭാവമാണെന്ന്. അപ്പോൾ പലരും കമൻ്റ് ഇട്ടു, അവൾക്ക് ബൾബ് അടിച്ചു പോയതാണ് അല്ലെങ്കിൽ മാനസികമാണ് എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് അഭിപ്രായങ്ങൾ വന്നു. ഒരു ദിവസം ഭാര്യയെ ഞാൻ സമാധാനമായിട്ട് ഇതിന് വന്ന 200ഓളം കമൻറ്റുകൾ വായിച്ച് കേൾപ്പിച്ചു. അത് കേട്ട് കഴിഞ്ഞിട്ടും അവൾക്ക് ഭാവവ്യത്യാസമൊന്നുമില്ല. ആളുകൾ അങ്ങനെ പലതും പറയും. എനിക്കങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ മനസ്സിൽ ദുരൂഹതയൊന്നുമില്ല. ആ സമയത്ത് ഞാൻ സ്റ്റക്കായി പോകുന്നതാണ്. ഞാൻ പറഞ്ഞു, എന്തായാലും ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ പറഞ്ഞിരിക്കുന്നത്, നമുക്കൊന്ന് പോയി കാണിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി നിർബന്ധിച്ചപ്പോൾ അവൾ സമ്മതിച്ചു. വീട്ടുകാർ അറിയാതെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഹോസ്പിറ്റലിൽ പോയി. നമ്മൾ എവിടെ പോയാലും ക്യാമറ കണ്ണുകൊണ്ട് നടക്കുന്ന ചില ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ കാണുമല്ലോ. എന്തായാലും എൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാരി അവരത് കണ്ടു. അവർ ആ ഹോസ്പിറ്റലിൽ എന്തോ ആവശ്യത്തിന് വന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി കൗൺസിലറിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവർ കണ്ടു. എന്തിനു വന്നാണെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞു. അല്ലാതെ എന്താ ചെയ്യുക. അപ്പോൾ തന്നെ അവർ വിചാരിച്ചു എന്തോ കുഴപ്പമുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, അതുകൊണ്ടാണല്ലോ കൗൺസിലിങ്ങിന് വന്നത്. ഉടനെ തന്നെ അവർ എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. മകനും മരുമകളും തമ്മിൽ. അവരെ രണ്ടുപേരെയും കൂടെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അവരുടെ മകളെ വർഷങ്ങളായി ഡിപ്രഷന്
ട്രീറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ വല്ലതും ആണെന്ന് അവർ കരുതി കാണും. എന്തായാലും ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പൂമുഖത്ത് തന്നെയുണ്ട്. എന്നിട്ട് ഞങ്ങളെ എന്തോ വലിയ കള്ളത്തരം കണ്ടതുപോലെ അവിടെ പിടിച്ചു നിർത്തി. ഇതറിഞ്ഞില്ലയോ? നിങ്ങൾ എവിടെ പോയായിരുന്നു? ഞങ്ങൾ പറഞ്ഞു വെറുതെ ഞങ്ങളൊന്ന് കറങ്ങാൻ പോയതാണെന്ന്. ആശുപത്രിയിലാണ് വെറുതെ കറങ്ങാൻ പോകുന്നത്. ഹോസ്പിറ്റലിൽ കടൽ തീരമോ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററോ മറ്റോ സ്ഥാപിച്ചു തുടങ്ങിയോ എന്ന് ചോദിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി മറുപടി ഇല്ലാതെ നിന്നു. ഭാര്യ എന്നെ ക്രൂരമായി നോക്കി. നിങ്ങൾ ഒരുത്തരം കാരണമാണ് ഇതിപ്പോൾ കേൾക്കേണ്ടി വന്നത്. ഇതിൻ്റെ രഹസ്യം പറയേണ്ടി വരുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അത് എനിക്ക് വല്ലാത്ത ടെൻഷൻ, ഉറക്കം കിട്ടുന്നില്ല. അപ്പോൾ ഡോക്ടർ ഒന്ന് കാണാൻ പോയതാണ് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയല്ലേ, ഇത്രയും കാലം അവന് ഉറക്കക്കുറവുമില്ലായിരുന്നു, സ്വസ്ഥതയും ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞതിൽ പിന്നെ ഉറക്കക്കുറവാണ്, പ്രശ്നങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ എന്തോ പ്രശ്നങ്ങളുണ്ടെന്നല്ലേ അർത്ഥം? അല്ലാതെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ചെക്കൻ എങ്ങനെയാണ് ഇങ്ങനെ ആയത്? നിനക്കിതിന് ഉത്തരവൊന്നുമില്ലെന്ന് എൻ്റെ ഭാര്യയോട് ചോദിച്ചു. ഭാര്യയ്ക്ക് മറുപടി പറയാനൊന്നുമില്ലായിരുന്നു. അവൾ തല വെട്ടിച്ച് അകത്തേക്ക് കയറിപ്പോയി. ഇത്രയും നാളും അമ്മായിയമ്മയും മരുമകളും അടയും ചക്കരയും പോലെയായിരുന്നു. ഇപ്പം ദേ അമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യമായി. അമ്മ ഉടനെ അച്ഛനെ വിളിച്ച് എന്തൊക്കെയോ സിറ്റൗട്ടിലിരുന്ന് കുശുകുശുത്തു. രണ്ടുപേരും കൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചുറപ്പിച്ചിട്ട് എന്നെ ബെഡ്റൂമിൽ വന്ന് വിളിച്ചു. നീ ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോട് കുറേ സംസാരിക്കാനുണ്ടെന്ന് അമ്മ പറഞ്ഞു. ഞാൻ പോയി സിറ്റൗട്ടിലിരുന്നു. അച്ഛനും അമ്മയും ഇടവും വരവും ഇരുന്നിട്ട് എന്താ പ്രശ്നം? ഞങ്ങളോട് പറ. എല്ലാ കാര്യങ്ങളും നീ തുറന്നു പറയുന്നല്ലേ. നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തുറന്നു പറയുക. അച്ഛനും അമ്മയാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല, ഫ്രണ്ട്സിനെ പോലെ പറയുക. കുഴപ്പമുണ്ടായിട്ട് അത് ഡോക്ടറോട് പറയാനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി പറയാനോ നിനക്ക് പറ്റും. അതേപോലെ ഞങ്ങളെ വിചാരിച്ചാൽ മതി. ഞങ്ങളും വിദ്യാഭ്യാസവും വിവരമുള്ളവരാണ്, പിന്നെ ഭാര്യ ഭർത്താക്കന്മാരുമാണ്. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും എന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടെ ഇടവും വലവരും നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ലായിരുന്നു. അവസാനം ഞാൻ അമ്മയോടും അച്ഛനോടും ഇങ്ങനെ പറഞ്ഞു. അച്ഛാ, പ്രേമിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് നല്ല സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പിന്നെ ഞങ്ങൾ മറ്റു ചുറ്റിക്കളികൾക്കൊന്നും നിന്നില്ല. അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും കറങ്ങുകയൊക്കെ മാത്രമേ ചെയ്തുള്ളൂ. അതിനെന്താ, നല്ല കാര്യമല്ലേ? വിവാഹം കഴിഞ്ഞിട്ട് മതി ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് വിചാരിക്കുന്നവരാണ് ഏറ്റവും നല്ല കാമുകി കാമുകന്മാർ എന്ന് പറഞ്ഞു. പക്ഷേ അത് പാരയായി അച്ഛാ. എന്താണ് ഇപ്പം സംഭവിച്ചത്? അച്ഛാ, ആ സമയത്ത് അവൾ താല്പര്യമില്ലാത്ത പോലെ പെരുമാറുന്നു. തിരിച്ച് ഒരു റെസ്പോൺസും ഇല്ല. ഞാൻ എന്ത് റെസ്പോൺസ് ചെയ്താലും അവളുടെ കയ്യിൽ നിന്ന് എനിക്ക് അനുകൂലമായ ഒരു ചലനം പോലും ഉണ്ടാകുന്നില്ല. ആ സമയത്ത് ഒരു പ്രതിമ പോലെ സ്റ്റിഫായി പോവുകയാണ്. തടസ്സങ്ങളൊന്നുമില്ലെങ്കിലും എനിക്ക് ആ ഒരു ഭാവം കാണുമ്പോഴേക്കും ഒരു വൈബ് തോന്നുന്നില്ല. ഞങ്ങൾ തമ്മിലുള്ള ഇൻട്രസ്റ്റുകളെല്ലാം കുറയുകയാണെന്ന് തോന്നുന്നു അച്ഛാ. ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് പ്രത്യേകിച്ച് ഒരു ഉത്തരവുമില്ല. അല്ലാതെ നോക്കുമ്പോൾ നല്ല സ്നേഹമാണ്. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ നിർബന്ധിച്ച് ഒന്ന് കാണിക്കാൻ പോയതാണ് എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മ താടിക്ക് കൈ കൊടുത്തിരുന്നു. ദൈവമേ, പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള സൂക്കേടുണ്ടോ? ഞാനും നിൻ്റെ അച്ഛനും പ്രേമിച്ചൊന്നും കല്യാണം കഴിച്ചതല്ല. എന്നാലുമില്ലേ, ഞങ്ങളുടെ കല്യാണത്തിനിടയ്ക്ക് 6 മാസത്തിന് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയില്ലേ എന്നും എന്നെ ഫോൺ വിളിക്കും. അന്നേരം ഇങ്ങനെ പറഞ്ഞ കിന്നാരമൊന്നും നിന്നോട് പറയാൻ പറ്റില്ല. അതെല്ലാം ഇത്തിരി വലിയ വലിയ കാര്യങ്ങളാണ്. ഡീ, നീ ചെക്കൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ വന്നാണോ അതോ നമ്മുടെ മറ്റു കഥകൾ പറയാൻ വന്നാണോ? ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ. ഈ കഥയ്ക്കും ആ കഥയ്ക്കും ഒരു ബന്ധമുണ്ട്. ഇങ്ങനെ എന്നെ ഓരോന്ന് പറഞ്ഞില്ലേ വല്ലാത്തൊരവസ്ഥയിലാക്കി. അതുകൊണ്ടില്ലേ ആദ്യത്തെ ദിവസം മുതൽ ഞങ്ങൾ തമ്മിൽ നല്ല കോർഡിനേഷനായിരുന്നു. ഇങ്ങനെ എന്ത് പറയുന്നോ അതെനിക്ക് പിടികിട്ടും, ഞാനെന്ത് പറയുന്നോ അത് നിൻ്റെ അച്ഛനും പിടികിട്ടും. അല്ല, ഞാൻ ഒന്ന് ചോദിക്കേടാ, നിങ്ങളെല്ലാവരും കൂടെ പ്രേമിച്ചപ്പം എന്താ സംസാരിച്ചത്? ഒന്നും സംസാരിച്ചില്ലേ? അമ്മ പല കാര്യങ്ങളും സംസാരിച്ചു. ഇതൊക്കെ സംസാരിച്ചതാണ്. എന്നിട്ട് എന്ത് പറ്റിയടാ? സംസാരം അവിടെ നിന്നു. പ്രവൃത്തി വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് ഇങ്ങനെയായി. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ പറഞ്ഞത് കറക്റ്റാണ്. അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ? അല്ല, വിവാഹത്തിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഈ പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതിയല്ലോ. 1-2 വർഷം സേഫായിട്ട് ലിവിങ് ടുഗദർ. അത് കഴിഞ്ഞും നല്ല രീതിയിൽ പോയാൽ പോരെ കല്യാണം? അതായിരുന്നു നല്ലത്. എന്നിട്ട് നിങ്ങളുടെ ഈ ഉപദേശമൊന്നും എൻ്റെ വിവാഹത്തിന് മുമ്പ് കണ്ടില്ലല്ലോ. അത് പിന്നെ നീ വന്ന് പറഞ്ഞു ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന്. ഞങ്ങളൊന്നും മിണ്ടിയില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ കറങ്ങാൻ പോയി കാണും, അടുപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ സൂപ്പർ ഫാസ്റ്റ് അല്ലേ? വിവാഹത്തിന് മുമ്പ് തന്നെ അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റിലാക്കും. അതേപോലെ ഒരുത്തരാ നീ എന്ന്. നിൻ്റെ കെട്ടും മട്ടും ഭാവവും ബൈക്കിലുള്ള കറക്കമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നീ പഴഞ്ചൻ ടൈപ്പാണെന്ന്. ആരറിഞ്ഞു എന്ന് അമ്മ പറഞ്ഞു. ഇനിയിപ്പം എന്ത് ചെയ്യാനമ്മേ, സംഭവിച്ചു പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, അല്ലടാ എന്നിട്ട് സൈക്കോളജിസ്റ്റ് എന്ത് പറഞ്ഞു? അവളെ എന്നെ കൗൺസിലിംഗ് ചെയ്തു, അവളോട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവൾക്ക് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല.
പക്ഷേ എന്നോട് സൈക്കോളജിസ്റ്റ് പറഞ്ഞു ഇവൾക്കെന്തോ മൈൻഡ് ബ്ലോക്ക് ഉണ്ടെന്ന്. എന്ത് ബ്ലോക്കാണെന്ന് നീ ചോദിച്ചില്ലേ? അതവളൊന്നും പറഞ്ഞില്ല, അവൾക്കറിയില്ല. അവൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. ആഹാ, അത് കൊള്ളാലോ. ഇത് വല്ലാത്ത ട്രാഫിക് ബ്ലോക്ക് പോലെയാണല്ലോ. ഇവിടെ ബ്ലോക്കിനി ആര് മാറ്റും? അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു നിന്റെ ഭാര്യ എന്തോ മറയ്ക്കുന്നുണ്ട്. കാര്യം അവൾക്ക് ബ്ലോക്കുണ്ട്, പക്ഷേ അവൾക്കൊന്നും അറിയത്തുമില്ല. എന്താണെന്നറിയാത്തൊരു ബ്ലോക്ക്. എനിക്ക് തോന്നുന്നത് ചെറുപ്പകാലത്ത് അവൾക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. വല്ല ബന്ധുക്കളിൽ നിന്നും എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായി കാണും. നീ അവളോട് ഒന്നും ചോദിച്ചില്ലേ? കിന്നാരെ പറഞ്ഞിരിക്കാതെ ഭാര്യയുടെ മനസ്സിലുള്ളതൊക്കെ ഭർത്താവല്ലേ ചോദിച്ചറിയേണ്ടത്. സൈക്കോളജിസ്റ്റ് ചോദിച്ചാൽ പോലും പറയാത്തത് ചിലപ്പോൾ സ്നേഹത്തോടുകൂടി ഭർത്താവ് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യ പറയും. അപ്പോൾ അമ്മ പറഞ്ഞു പിന്നെ ഭർത്താവ് ചോദിച്ചാൽ ഒരു പെണ്ണും രഹസ്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് പറയില്ല. ഭർത്താവിനോട് പറഞ്ഞാലാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ കുഴപ്പമുണ്ടാകുന്നത്. അപ്പോൾ നീ എന്നോട് നിൻ്റെ രഹസ്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ എന്ന് അച്ഛനമ്മയോട് ചോദിച്ചു. പിന്നെ അതിന് മാത്രം രഹസ്യങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ. ഇനിയിപ്പം ഞാൻ 10-25 വയസ്സ് വരെ കെട്ടാച്ചരക്കായി നിൽക്കുകയായിരുന്നെങ്കിൽ എനിക്കെന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതിന് നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. അപ്പം നിനക്ക് മറ്റ് രഹസ്യങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടത്തിലായിരുന്നു. ആ കൂട്ടത്തിലായിരുന്നു. നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി കശപിശ ആരംഭിച്ചു. ഞാൻ പറഞ്ഞു ഇതിപ്പം എൻ്റെ പ്രശ്നമാണോ അതോ പ്രായം മൊത്തം പോയത് നിങ്ങളുടെ പ്രശ്നമാണോ എന്ന്. ആർക്കാടാ പ്രായം പോയത്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല. നിൻ്റെ അച്ഛൻ ഇപ്പോഴും ലൈവാണ്, ഇന്നലെയും കൂടി എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ കയറി അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. എടി, അനാവശ്യ കാര്യങ്ങൾ ചെക്കനോട് സംസാരിക്കാതെ അവന് വേണ്ടുന്ന കാര്യങ്ങൾ പറ. ഒന്ന് പോ മനുഷ്യ, അവൻ അറിയട്ടെ. ഇന്നലെ രാത്രിയും കൂടി നിൻ്റെ അച്ഛൻ എന്നോട് എത്ര സ്നേഹമായിട്ടാണ് നിന്നതെന്ന് നിനക്കറിയാമോ? അതേപോലെ ഏത് പ്രായമായാലും ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അണ്ടർസ്റ്റാൻഡിങ്ങും അട്രാക്ഷനും വേണം. എങ്കിൽ മാത്രമേ വിവാഹം ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. ഇത് ബ്ലോക്കാന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ബ്ലോക്ക് എന്ന് മാറും ആർക്കറിയാം? അതിനല്ലേ അമ്മേ ഞങ്ങൾ ഡോക്ടറെ കണ്ടത്. എന്നിട്ട് അവളുടെ ബ്ലോക്ക് എന്താണെന്ന് അവൾക്ക് പോലും അറിയില്ല. പിന്നെ എപ്പോഴാണ് ഇതൊക്കെ ശരിയായിട്ട് നടക്കുക? എനിക്ക് തോന്നുന്നത് ഇത് ശരിയാകില്ലെന്നാണ്. അപ്പോൾ അച്ഛൻ ശാസിച്ചു, എടി നീ എന്തിനാണ് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? അതമ്മേ, അടുത്ത ആഴ്ച അടുത്ത സെഷന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ശരിയാകുമായിരിക്കും. ഇതിപ്പോൾ നാണക്കേടായല്ലോ. ആ സ്ത്രീ ആരോട് വേണമെങ്കിലും പറയും. ഇതിപ്പോൾ ഞാൻ എൻ്റെ മോന് ഡിപ്രഷനാണെന്ന് പറയണോ അതോ മരുമകൾക്ക് ഡിപ്രഷനാണെന്ന് പറയണോ? ഒന്നും എനിക്കറിയില്ലെന്ന് പറഞ്ഞ് അമ്മ തലയിൽ കൈവച്ചു. അച്ഛൻ പറഞ്ഞു പിന്നെ ഈ ലോകത്ത് ഡിപ്രഷൻ മാത്രമേ ഉള്ളൂ. നിനക്കെന്താ? നീ എന്തെങ്കിലും പറഞ്ഞാൽ മതി. അതവർ വേറെ എന്തെങ്കിലും കാര്യത്തിന് കാണാൻ പോയതായിരിക്കും. അവരുടെ ഓഫീസിലോ മറ്റോ എന്തെങ്കിലും ക്യാമ്പ് നടത്താനെന്നോ വല്ലതും പറ. ഓ, അങ്ങനെയൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞ് വിശ്വസിക്കണ്ട. അവരെന്തെങ്കിലും ആയിക്കോട്ടെ. അവിടെ 100 കണക്കിന് ആളുകൾ വരുന്നു. നമ്മൾ പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അത് വിടമ്മേ. ശരിടാ, ആ കാര്യം ഞാൻ വിട്ടു. പക്ഷേ പോത്തിനെ പോലെ തലയും വെട്ടിച്ച് അകത്തേക്ക് കയറിപ്പോയ നിന്റെ ബ്ലോക്ക് ഭാര്യയില്ലേ, അവളുടെ കയ്യിൽ നിന്ന് ഞാൻ ഇന്ന് അവളുടെ രഹസ്യത്തിൻ്റെ അഗാധ ഗർത്തം പിഴിഞ്ഞെടുക്കും. നോക്കിക്കോ അമ്മേ. വെറുതെ അവളോട് സംസാരിക്കാൻ പോണ്ട. അവിടെ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവളൊന്നും പറഞ്ഞില്ല. സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ടൊന്നും പറയില്ല. പെണ്ണുങ്ങളും കൂടെ സംസാരിച്ച് കഴിയുമ്പോഴേക്കും പെണ്ണുങ്ങൾ ചൂടിനെടുക്കൂടെ രഹസ്യങ്ങൾ. അമ്മേ, ഞങ്ങൾ കാണാൻ പോയത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയല്ല ഈ സ്ത്രീ കുല ഞാനിന്ന് പഴിപ്പിക്കും എന്ന് പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി. അമ്മ വേണ്ട, ഇത്തരം രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ അച്ഛനും അമ്മയുമായിട്ട് ഷെയർ ചെയ്യില്ലെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവളുടെ ഉപദേശം മാത്രം നീ കേട്ട് ജീവിക്കുകയാണോ? എന്തായാലും ഇത് നടക്കില്ല. ഞങ്ങൾ അറിഞ്ഞില്ലോ. ഞാൻ പോയി അവളോടൊന്ന് ചോദിക്കട്ടെ. ഞാൻ അവളെ വഴക്കുണ്ടാക്കാനോ ഒന്നും പോകുന്നില്ല. യഥാർത്ഥത്തിൽ എന്താ കാര്യം എന്ന് എനിക്കൊന്നും അറിയണമല്ലോ. ഞാനൊരു പെണ്ണാണല്ലോ, എനിക്ക് ഭർത്താവുണ്ടല്ലോ, ഞാനൊരു മകനെ പ്രസവിച്ചതാണല്ലോ, എനിക്കൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. അമ്മ ഒരുമിട്ടിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുമില്ല. അങ്ങനെ അമ്മ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് പോയി. അവിടെ കഥ കടച്ചു. അത് കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അമ്മ പുറത്തു വന്നത്. ഞാനും അച്ഛനും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അമ്മ പുറത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു. അവളോട് ഞാൻ വിശദമായിട്ട് സംസാരിച്ചു. അവൾക്ക് ഒന്നും ഓർമ്മയില്ലെന്നാണ് പറയുന്നത്. ആഹാ, ഇതിനാണോ അമ്മ അകത്തേക്ക് പോയത്? അവൾ ഇത് തന്നെയല്ലേ സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞത്? അതൊക്കെ ഓക്കെ. സൈക്കോളജിസ്റ്റിനോട് അവൾ പറഞ്ഞു അവൾക്ക് ഓർമ്മയില്ലെന്ന്. എന്നോടും അവൾക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഈ സമയത്ത് നിനക്ക് ആവശ്യമുള്ളപ്പോൾ അവളുടെ ഓർമ്മ വരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ നന്നായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ 1 മാസത്തിനുള്ളിൽ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടില്ലെങ്കിൽ മോൻ എന്നോട് വന്ന് പറയുക. അപ്പോൾ ഞാനതിൻ്റെ മറുപടി അവൾക്ക് കൊടുത്തോളാം. ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നീ എന്നോടൊന്നും വേണ്ടണ്ട. നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് നല്ല രീതിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞു.
പറഞ്ഞു. അപ്പം അച്ഛൻ ചോദിച്ചു, നീ എന്താ 1.5 മണിക്കൂർ അവളോട് സംസാരിച്ചത്? അല്ല, അവളുടെ ചെറുപ്പകാലത്തെ കഥകൾ, എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നുണ്ടോ, പ്രേമം ഉണ്ടായിരുന്നൊക്കെ ഞാനങ്ങ് ചോദിച്ചു. ഞാനും വിവരവും വിദ്യാഭ്യാസം ഉള്ളവളല്ലേ, അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അവൾക്കൊന്നുമില്ല. എന്നാലും ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ അവളുടെ ബ്ലോക്ക് മാറ്റാനുള്ള ടിപ്പൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൾ മെച്ചപ്പെട്ടില്ലെങ്കിൽ മോൻ എന്നോട് പറയുക. അപ്പോൾ അമ്മ ഒരു ഏകാംഗ നാടകം അങ്ങ് നടത്തും. അപ്പോൾ അവൾ പതുക്കെ പതുക്കെ ശരിയാകും. ഇവളുടെ കാര്യത്തിൽ വലിയ സൈക്കോളജിസ്റ്റൊന്നും ആവശ്യമില്ല എന്ന് അമ്മ പറഞ്ഞു. അപ്പം അച്ഛൻ ചോദിച്ചു, എന്നാലും എന്തുവാടിയത്? എന്തുവാ? ഒന്നുമില്ല. പെണ്ണുങ്ങൾക്ക് തമ്മിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഭർത്താക്കന്മാരെ എങ്ങനെ മാനേജ് ചെയ്തെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇനിയിപ്പോൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഞാൻ അവൾക്ക് കുറേ ടിപ്സ് പറഞ്ഞു കൊടുത്തു, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അവൾക്ക് അങ്ങ് ബ്ലോക്കല്ലേ, ഒന്നും ഓർമ്മയില്ല. ഇങ്ങോട്ട് വാ മനുഷ്യ, എടാ നീ നിൻ്റെ റൂമിൽ പോയിക്കേ, ഭാര്യയോട് വഴക്കുണ്ടാക്കാനൊന്നും പോകണ്ട. അവൾ പതുക്കെ പതുക്കെ ഇങ്ങ് ശരിയാകും. പിന്നെ ഇന്ന് ഒന്നിനും ശ്രമിക്കണ്ട, അവിടെ കിടന്ന് ഉറങ്ങുക കേട്ടോ എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ എന്തോ പോയ അണ്ണാനെ പോലെ വാ വിളിച്ചിരിക്കുകയാണ്. ഇവിടെ എന്താ നടന്നത്? പോയ അമ്മയല്ല തിരിച്ചു വന്നത്. അമ്മ കലിതുള്ളിപ്പോയി, അല്ലാതെ തിരിച്ചു വന്നു. എന്തൊക്കെയാണ് നടക്കുന്നത്? ഇവർക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ ഭാര്യയ്ക്ക് പ്രശ്നമുണ്ടോ? അതോ കണ്ടിരിക്കുന്ന എനിക്കാണോ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാലും ഞാൻ മുറിയിലേക്ക് പോയി. ഭാര്യ എന്നെ പൊരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വളരെ സന്തോഷത്തോടു കൂടി എന്നെ സ്വീകരിച്ചു. അമ്മ എന്താണ് പറഞ്ഞു ചോദിച്ചപ്പോൾ എന്താ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു. എനിക്കറിയില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, ഭർത്താവ് ഇങ്ങോട്ട് വരുമ്പോഴല്ലേ നിനക്ക് പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഭർത്താവ് അടങ്ങിയിരിക്കുമ്പോൾ നീ അങ്ങോട്ട് ചെല്ല്. നീ എത്ര സിനിമയിൽ കണ്ടിട്ടുണ്ട് സ്ത്രീകൾ ആക്റ്റീവായിട്ട് ഭർത്താവിനോട് കൊഞ്ചുന്നത്? അതുപോലെ എന്തായാലും നിനക്ക് എൻ്റെ മോനെ ഇഷ്ടമല്ലേ? നിനക്ക് അവനോട് പ്രേമവും ഉണ്ടായിരുന്നു. അപ്പോൾ നീ എന്തിനാണ് വെറുതെ അവൻ വരുന്ന സമയത്ത് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത്? അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, തൽക്കാലം അവൻ അനങ്ങാതിരിക്കട്ടെ. നീയാണെങ്കിൽ നന്നായിട്ട് കുച്ചിപ്പുടിയിൽ പ്ലേറ്റിനകത്തൊക്കെ കയറി നിന്ന് നൃത്തം കളിക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ നീ അങ്ങ് നൃത്തം ആരംഭിക്കുമെന്ന് അമ്മ പറഞ്ഞെന്ന്. എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ അമ്മ ഉദ്ദേശിച്ചത്? എന്താ എന്നോട് വിശദമായിട്ട് പറഞ്ഞത്? അതെനിക്ക് വിശദമായിട്ടൊന്നും പറയാൻ അറിയില്ല. അതിപ്പോൾ ഇന്ന് വേണ്ട, നാളെ മതി എന്നാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ തമ്മിൽ അത്ര കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നാളെ തൊട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളിൽ മുൻകൈ എടുക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നാളെ ഞാൻ പറയുമ്പോൾ അങ്ങ് വെറുതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ശരിക്കും നിന്നോട് അമ്മ എന്താ പറഞ്ഞത്? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, നാളെ ആകട്ടെ, ഇപ്പം കിടന്നുറങ്ങുമെന്ന് പറഞ്ഞു. ചേടാ, ഇത് കൊള്ളാം. വലിയ ഡോക്ടറെ കണ്ടിട്ട് വന്നിട്ട് കേൾക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ അമ്മ കയറി പറഞ്ഞത്. എന്താണോ എന്തോ, എല്ലാം കിളിപ്പോയ കേസുകൾ തന്നെ. ഞാനെന്ന് രമ്യതയിലാകാൻ വേണ്ടി ഭാര്യയോട് അടുത്ത് ചെന്നു. അപ്പോൾ ഭാര്യ, മറക്കേ മനുഷ്യ, മാറി കിടന്നുറങ്ങി, മര്യാദ കിടന്നുറങ്ങുക, എൻ്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യാനാണ്, ഈ ഭാര്യമാരുടെ സ്വഭാവം എങ്ങനെയാണല്ലോ, ഓരോ സമയത്ത് തൊഴുത്തിൽ കുത്തുന്ന പശുവിനെ പോലെയാണ്, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. എന്തെങ്കിലും ആകട്ടെ. പിറ്റേന്ന് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ല. എൻ്റെ ഭാര്യയോട് അമ്മ എത്ര ട്രിക്ക് പറഞ്ഞു കൊടുത്താലും കണക്കാണ്. ഞാനും അവൾക്ക് എത്രയോ കാര്യങ്ങളിൽ സഹകരണത്തിന് ട്രിക്ക് പറഞ്ഞു കൊടുത്തതാണ്. പക്ഷേ ഒരു ഗുണവുമില്ല. ഇനി എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചു. രാത്രിയായി കഴിഞ്ഞ് അത്താഴമൊക്കെ കഴിഞ്ഞ് റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ എന്നോട് കാതരമായി പറയുകയാണ്, ഞാൻ അന്നൊരു കാര്യം പറയാം. നിങ്ങൾ ഇന്ന് വെറുതെ കണ്ണടച്ച് കിടക്കണം, എന്നെ നോക്കുകയേ ചെയ്യരുത്. നിങ്ങൾ എന്നെപ്പോലെ ആയിരിക്കണം. നിന്നെപ്പോലെ ഞാൻ എങ്ങനെ ആകുന്നേ? അല്ല, നിങ്ങളല്ലേ പറഞ്ഞത് എനിക്ക് പ്രത്യേകിച്ച് ചലനങ്ങൾ ഒന്നുമില്ല, ഞാനൊരു മരത്തടി പോലെയാണെന്ന്. അതെ, അത് കറക്റ്റല്ലേ? അത് കറക്റ്റാണ്. ഇന്ന് പക്ഷേ നിങ്ങൾ മരത്തടി പോലെ ആയിരിക്കണം. അതായത് ഞാനായിരിക്കും ആക്റ്റീവ് ആകുന്നത്. നിങ്ങൾ അതിനിടയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്, ആക്റ്റീവുമാകരുത്. ഞാനായിരിക്കും ഇന്ന് ആക്റ്റീവ്. ഞാൻ പറഞ്ഞു, ശരി, ഓക്കെ, നീ അങ്ങ് ആക്റ്റീവ് ആയിക്കൂ, ഞാൻ മരത്തടിയായിട്ട് ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ണടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ കണ്ണടച്ചേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണടച്ചിരിക്കുകയായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഭാര്യയുടെ കരവിരുതുകൾ എൻ്റെ നേർക്ക് നീണ്ടു വരുന്നത് ഞാൻ അറിഞ്ഞു. പരതി ലക്ഷ്യസ്ഥാനം കണ്ടുപിടിച്ച് ഉയർത്തെഴുന്നേൽപ്പിനുള്ള പിൻബലം കൊടുക്കുക എന്നുള്ളതാണ് അവളുടെ കർമ്മമെന്ന് അമ്മ പറഞ്ഞു കൊടുത്തു കാണും. അതാണ് അവൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും പ്രാക്ടിക്കൽ ക്ലാസ് ആദ്യം ഇത്തിരിയൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും അത് നല്ല ലെവലിലേക്ക് ഉയരുന്നതായിട്ട് എനിക്ക് തോന്നി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണു തുറന്നപ്പോൾ പറഞ്ഞു കണ്ണു തുറക്കാൻ പാടില്ലെന്ന്. ശരി, ഞാൻ അനുസരിച്ചു.
അടുത്ത ക്ഷണമില്ലേ എനിക്ക് ഇതുവരെയും ഉണ്ടാകാത്ത അവളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സഹകരണം, ഞാൻ മോഹിച്ച സഹകരണം തന്നെ കിട്ടാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ അത് അത്ഭുതമായിരുന്നു. സാധാരണ ഞാൻ പറയാറുണ്ട്, നീ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നോടും തിരിച്ചു വേണമെന്ന്. പക്ഷെ അവൾ പറയും അതൊന്നും എനിക്ക് പറ്റില്ലെന്ന്. ഇവിടെ പക്ഷേ ഒരു കുഴപ്പവുമില്ല. അവളുടെ കഴുത്ത് വേദനിക്കില്ലേ എന്നുപോലെ എനിക്ക് തോന്നിപ്പോയി. പക്ഷേ ഒരു പ്രശ്നവുമില്ല. കാര്യങ്ങൾ വളരെയധികം സ്മൂത്തായി മുന്നോട്ട് പോവുകയാണ്. എനിക്ക് ഇതെന്ത് മറക്കളാണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. പക്ഷേ ആ സമയത്ത് ഞാൻ ആക്റ്റീവ് ആയതുകൊണ്ട് ഒന്ന് അനങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ പറഞ്ഞു പറ്റില്ല. സംസാരിക്കാനോ അവളുടെ ആജ്ഞകൾ തെറ്റിക്കാനോ പാടില്ലെന്ന് നിർദ്ദേശിച്ചു. ഞാനും പുറത്തു. കിട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്തിനെ കളയുന്നത്? അതുകൊണ്ട് ഞാൻ അവളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവളുടെ ലക്ഷ്യം ഒരു സവാരിയാണെന്ന്. സവാരിയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവൾ കടിഞ്ഞാണില്ലാത്തൊരു കുതിരയായിരുന്നു. ഇത്രയും നാൾ സംഭവിക്കാത്ത എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ മനോഹരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. താളം മുറുകിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നും നല്ല സഹകരണമുണ്ടായി. അപ്പോൾ അവൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഒത്തിരി വട്ടം നീണ്ടുപോയെന്ന പോലെ എനിക്ക് തോന്നി. ഇത്രയും നാളും ഒരിക്കലും ഞാൻ വിചാരിച്ച രീതിയിലൊന്നുമല്ല എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പോൾ കറക്റ്റായ ഒരു ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ എല്ലാം സോൾവ് ആയതുപോലെ എനിക്ക് തോന്നി. എന്താണോ വേണ്ടത്, എന്താണോ കിട്ടേണ്ടത്, എന്താണോ കൊടുക്കേണ്ടത് എല്ലാം കൂടി ഒന്നിച്ച് നടന്ന ഒരു പ്രതീതി. അവസാനമായപ്പോഴേക്കും ഞാൻ അവൾക്ക് സൂപ്പർ എന്ന് പറഞ്ഞ് കൈ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു മാഡം. പിന്നീടാണ് അവളോട് അമ്മ എന്തൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചത്. ആദ്യം അമ്മ ഒത്തിരി ദേഷ്യപ്പെട്ടു. സ്ത്രീകൾ ഒരിക്കലും ഇങ്ങനെയാകാൻ പാടില്ല. ഭർത്താവിനോട് നിനക്ക് സ്നേഹമില്ലേ, നീ എന്തിനാ പ്രേമിച്ചെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു പ്രേമമൊക്കെ ഉണ്ട്, പക്ഷേ ഭർത്താവ് ആക്റ്റീവ് ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ എനർജിയും പോവുകയാണെന്ന്. അപ്പം അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, ഭർത്താവ് ആക്റ്റീവ് ആകണ്ട, നീ അങ്ങ് ആക്റ്റീവായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറഞ്ഞു. എങ്ങനെ അമ്മ ഞാൻ ആക്റ്റീവ് ആകുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും പലപ്പോഴും സ്ത്രീകൾ സ്നേഹിക്കുന്ന പുരുഷന് ആദ്യകാലങ്ങളിൽ മാത്രമേ ആക്റ്റീവ് ആകുകയുള്ളൂ. അത് കഴിയുമ്പോൾ സ്ത്രീകൾ തന്നെ ആക്റ്റീവായില്ലെങ്കിൽ ഭർത്താക്കന്മാരെ നിലയ്ക്ക് നിർത്താൻ പറ്റില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, ഭർത്താവിൻ്റെ സ്ഥാനം നീ ഏറ്റെടുക്കുകയും ഭർത്താവിനെ നിൻ്റെ സ്ഥാനത്തേക്ക് ആക്കുകയും ചെയ്യൂ. അപ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ ഈസിയാകും. കാര്യം എനിക്ക് തോന്നുന്നു നിനക്ക് അത്രയ്ക്കും അങ്ങോട്ട് ആക്റ്റീവ് ആകുന്നതിന് ഭർത്താവിന് ഇഷ്ടമാകുന്നില്ലായിരിക്കാം. നീ ആക്റ്റീവ് ആകുന്നതായിരിക്കും നിനക്കിഷ്ടം. നീ അല്ലേലും ഒരു മരം കയറി പെണ്ണല്ലേ എന്ന് അമ്മ പറഞ്ഞെന്ന്. അത് കേട്ടപ്പോൾ ഭാര്യയ്ക്ക് തോന്നി ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നം അതാണെന്ന്. കാര്യം ആക്റ്റീവാകാൻ ഭാര്യയാണ് ആദ്യം ശ്രമിക്കേണ്ടത്. അവൾ ആക്റ്റീവാകുന്നതാണ് അവൾക്കിഷ്ടം. ഭർത്താവ് ഭയങ്കരമായൊരു ഭരണ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് അവൾക്ക് ഇഷ്ടമാകുന്നില്ല. ഇത്രയും നാൾ ഭർത്താവ് അവളെ താലോലിച്ചു, സ്നേഹിച്ചു. അതേപോലെ അവളും ആക്റ്റീവായി നിന്ന് ഭർത്താവിനെ ആദ്യം തൊട്ടു തുടങ്ങി ആക്റ്റീവായി കഴിഞ്ഞാൽ അവളുടെ പ്രശ്നങ്ങൾ തീരുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ A to Z കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മാഡം അന്ന് തൊട്ട് ഇന്ന് വരെ അവൾ തന്നെയാണ് ആദ്യം ആക്റ്റീവാകുക. ഞാൻ ഇനാക്റ്റീവായിട്ട് അവസാനം മാത്രമേ ആക്റ്റീവാകുള്ളൂ. അങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധം നന്നായി പോകുന്നത്. അമ്മ അത് അവളോട് നിർബന്ധിച്ച് പറഞ്ഞതാണ്. പിന്നെ അച്ഛനും അമ്മയും കൂടെ മറ്റു ടിപ്പുകളൊക്കെ ഞാൻ ഇല്ലാത്ത സമയത്ത് പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റോളൊന്നും ചേഞ്ച് ചെയ്തെങ്കിലും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് മാഡം. എല്ലാവരും എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകില്ല. എൻ്റെ ഭാര്യയും കൊണ്ട് ഞാൻ സൈക്കോളജിൻ്റെ അടുത്ത് പോയിട്ടും അവർക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റി. മാഡം മനുഷ്യൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് മാഡം ഈ ഒരു കത്ത് വായിക്കണം. ശരിക്കും പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടൊരു കഥ തന്നെയാണിത്. കാരണം നമ്മൾക്ക് ഏറ്റവും നല്ല ഉപദേശങ്ങൾ നൽകാൻ, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും നല്ല സൈക്കോളജിസ്റ്റുകൾ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന ആളുകളായിരിക്കാം. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു മറയുമില്ലാതെ തുറന്നു പറയാൻ പറ്റുന്നത് ആരാണോ? അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും മനഃശാസ്ത്രപരമായ കാര്യങ്ങളിൽ നമ്മളെ ഒത്തിരി കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ വഴിതെളിക്കാൻ അവർക്ക് പറ്റും. അത് ഉറപ്പാണ്. ശാസ്ത്രീയമായിട്ട് ഇവരൊന്നും പഠിച്ചു കാണില്ല, പക്ഷെ അനുഭവം കൊണ്ടുള്ള ആ ഒരു അനുഭവമാണല്ലോ ഗുരു എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അത് കറക്റ്റാണ്. എല്ലാ കാര്യങ്ങളും 100% ഈ പറഞ്ഞ പോലെ സുഹൃത്തുക്കൾക്കും അടുത്തറിയാവുന്നവർക്ക് പരിഹരിക്കാമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഇതുപോലെ വളരെയധികം ഉപകാരമാകുക എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു കാര്യം നമുക്ക് തുറന്ന് പറയാൻ ഒത്തിരി നല്ല ഫ്രണ്ട്സും മറ്റു ആൾക്കാരും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിരിക്കണം. മാതാപിതാക്കൾ നല്ല സുഹൃത്തുക്കളാകുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് കഥയായിട്ട് നമുക്ക് വായിച്ച് കേൾക്കാൻ ഒരു സന്തോഷമുണ്ട്.